ഇപ്പോൾ സ്ഥിരമായിട്ട് ചില ഫേക്ക് അക്കൗണ്ടുകളിൽ നിന്ന് നമുക്ക് വരുന്ന കമൻസാണ്, ഇപ്പം നീയൊക്കെ കാരണമാണ് തിരുവനന്തപുരത്ത് സ്ഥലത്തിനൊക്കെ വില കൂടിയത്, അത് കാരണം പാവങ്ങൾക്കൊന്നും സ്ഥലം വാങ്ങാൻ പറ്റുന്നില്ല, ഈ രീതിയിലൊക്കെ പറഞ്ഞ് പല ആൾക്കാരും കമൻറ്റ് ചെയ്യാറുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടുപോയത് ഈ പാവങ്ങളല്ല, ഈ സ്ഥലക്കച്ചവടം അവരുടെ ഒരു കുത്തകയായിട്ട് കൊണ്ടുകിടന്ന ചില ആൾക്കാർക്കാണ് ഈ ഒരു ബുദ്ധിമുട്ടുണ്ടായത്. അങ്ങനെയുള്ളവരിപ്പം ഫേക്ക് അക്കൗണ്ടുകളിലൂടെയും ആ രീതിയിലൊക്കെ നമ്മുടെ ഇതിലൂടെ വന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട്. തിരുവനന്തപുരത്തിൻ്റെ സ്ഥലം വില കയറ്റാൻ ഞാൻ വീഡിയോ ചെയ്യണമെന്നില്ല. ഇപ്പം നല്ല രീതിയിലുള്ള വികസനമാണ് നമ്മുടെ തിരുവനന്തപുരം നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് വിഴിഞ്ഞം ബേസ് ചെയ്ത് നിങ്ങൾ നോക്കിയാൽ മതി. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിരുന്നു, അത് കയറിയില്ല എന്നുകൊണ്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈഞ്ചക്കിൽ കഴിഞ്ഞ് അപ്പുറത്തേക്കാണ് ഇപ്പം ഭയങ്കരമായിട്ടുള്ള വികസനം വന്നുകൊണ്ടിരിക്കുന്നത്. സാധാരണഗതിയിൽ നേരത്തെയൊക്കെ പെർ സെൻറ്റ് 20,000 25,000 രൂപ വില ഉണ്ടായിരുന്ന സ്ഥലങ്ങളൊക്കെ ഇപ്പം 5-6 ലക്ഷം രൂപയ്ക്ക് മുകളിലേക്ക് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ 5-6 ലക്ഷം രൂപ ഉണ്ടായിരുന്നത് ഒബ്വിയസ്ലി 15 ലക്ഷം രൂപയ്ക്ക് മുകളിലേക്ക് പ്രൈസ് മാറിയിട്ടുണ്ട്. വിഴിഞ്ഞം ബേസ് ചെയ്ത് ഒത്തിരിയധികം കമ്പനീസ്, ലോജിസ്റ്റിക് കമ്പനീസ് ഇവിടങ്ങളിൽ സ്ഥലങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട്, സ്ഥലം നോക്കി നടക്കുന്നുണ്ട്, വാടകയ്ക്ക് എടുക്കുന്നുണ്ട്. ആ രീതിയിൽ ഭയങ്കരമായിട്ടുള്ളൊരു വികസനം ശരിക്കും പറഞ്ഞാൽ നടക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം നമുക്ക് തന്നെ തിരുവനന്തപുരത്തെ മേജറായിട്ടുള്ള ബിൽഡേഴ്സിനെയൊക്കെ നോക്കിയാൽ മതി. ശ്രീധന്യ, ആർടെക് പോലുള്ള ബിൽഡേഴ്സൊക്കെ നമുക്ക് സാധാരണഗതിയിൽ ഈ കോവള സൈഡിലോട്ടൊന്നും ഫ്ലാറ്റുകളൊന്നും ഒട്ടും ഇല്ലായിരുന്നതാണ്. ഇപ്പോൾ ആ സൈഡിലേക്കൊക്കെ ഫ്ലാറ്റുകളുടെ പണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, വില്ല പ്രോജക്ട്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് ആ രീതിയിലുള്ള വികസനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് വില വർദ്ധിക്കുന്നത്. അല്ലാണ്ട് ഞാനിപ്പം വീഡിയോ ചെയ്താലും ചെയ്തില്ലെങ്കിലും വില വർദ്ധിക്കേണ്ടത് വർദ്ധിക്കും. ഇത് ചില ആൾക്കാരുടെ കീഴിൽ കുത്തകയായിട്ട് നടക്കേണ്ട കച്ചവടങ്ങൾ നേരിട്ട് ഇപ്പം നടക്കുന്നില്ല. കാരണം നമ്മളെല്ലാത്തിലും നേരിട്ട് ഓണറിൻ്റെ നമ്പർ വെച്ച് നടത്തുന്നതുകൊണ്ട് തന്നെ ഈ കച്ചവടങ്ങൾ നേരിട്ട് നടക്കുന്നു, പെട്ടെന്ന് സെയിൽ നടക്കുന്നു. അത് കണ്ടുള്ള കണ്ണുകടി കാരണം പല ആൾക്കാരും ഇതുപോലുള്ള കമൻറ്റുകൾ വന്നുകൊണ്ടിരിക്കും. എന്തായാലും നിങ്ങളെ ഞാൻ ബ്ലോക്കൊന്നും ചെയ്യുന്നില്ല, ഇനിയും വന്നിരുന്ന് കമൻറ്റ് ചെയ്യാം. നിങ്ങളുടെ കമൻറ്റുകളിലൂടെ നമ്മുടെ വീഡിയോ നല്ല രീതിയിൽ റീച്ച് ഉണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു.